പ്രൊഫസർ റോണി കെ ബേബി, ആദ്യം രാഹുൽ ഗാന്ധിയാണ് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തത് എന്തേ ED എന്ന ചോദ്യം ഉയർത്തുന്നത്. പിന്നാലെ പ്രിയങ്ക ഗാന്ധിയും അതേ ചോദ്യം ആവർത്തിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നരേന്ദ്രമോദി കേരളത്തിൽ വന്നപ്പോൾ കേരളത്തിനെതിരെ പറഞ്ഞ വാദങ്ങൾ എന്തൊക്കെയാണോ അത് തന്നെയാണ് പ്രിയങ്കയും രാഹുലും ഒക്കെയും ആവർത്തിക്കുന്നത്. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ പൊളിറ്റിക്കൽ ശത്രു CPIM ആകാം. പക്ഷേ രാഹുലിനെയും പ്രിയങ്കയും പോലുള്ള ദേശീയ നേതാക്കൾ കേരളത്തിൽ വന്ന ED ഒക്കെ ഇങ്ങനെ കോട്ട് ചെയ്യുമ്പോൾ ദേശീയ തലത്തിലുള്ള നിങ്ങളുടെ നിലപാടിനെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരികയല്ലേ ശരിക്കും രാഹുലിനെയും പ്രിയങ്കയും പോലുള്ള നേതാക്കൾക്ക്? കേരളം ഉൾപ്പെടെ ഇന്ത്യയില് പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മാർച്ച് ആദ്യത്തെ ആഴ്ചയാണ്. ഇപ്പോൾ നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് കേരളം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് നമ്മൾ കടക്കുക. തെരഞ്ഞെടുപ്പിന്റെ 1ഉം 2ഉം ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞ് അവസാന ഘട്ടത്തിലേക്ക് കയറിയ ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യത്തെയോ രണ്ടാമത്തെയോ ഒരു ഘട്ടത്തിൽ പോലും രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ മുതിർന്ന അഖിലേന്ത്യാ കോൺഗ്രസ് നേതാക്കളോ കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെയോ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിനെതിരെയോ ഒരു വിമർശനവും ഞങ്ങൾ നടത്തിയിരുന്നില്ല. ഞങ്ങളുടെ ശത്രു അത് അഖിലേന്ത്യാ തലത്തിൽ എന്ന് പറയുന്നത് BJP സംഘപരിവാർ. ഞങ്ങൾ നടത്തുന്ന പോരാട്ടം എന്ന് പറയുന്നത് BJPക്കെതിരാണ്. അതുകൊണ്ടാണ് വളരെ കൃത്യമായി തന്നെ കേരളത്തിൽ ഉൾപ്പെടെ ഞങ്ങൾ എടുത്ത നിലപാട് എന്ന് പറയുന്നത് BJPക്കെതിരെയായിരുന്നു. പക്ഷേ CPMന്റെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ മുതിർന്ന CPM നേതാക്കളുടെ LDF നേതാക്കളുടെ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതലുള്ള ക്യാമ്പയിൻ മുഴുവൻ എന്ന് പറയുന്നത് ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരെയാണ്, കോൺഗ്രസിനെതിരെയാണ്. BJPക്കെതിരെയോ മോദിക്കെതിരെയോ സംഘപരിവാറിനെതിരെയോ ഒരു വിമർശനം പോലും അഴിച്ചുവിടുവാനായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറാവുന്നില്ല. അപ്പോൾ ഞങ്ങൾ അത് വലിയ സംശയം, അത് ഞങ്ങളിൽ കോൺഗ്രസ് നേതാക്കളിൽ മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിയിലുള്ളവരിൽ മാത്രമല്ല, കേരളത്തിലെ പൊതുസമൂഹത്തിലുള്ളവർക്കിടയിൽ പോലും ഒരു വലിയ ചോദ്യം ഉയർത്തി. എന്തുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി BJPയോ അല്ലെങ്കിൽ മോദിയോ വിമർശിക്കുന്നില്ല? അപ്പോഴാണ് ഞങ്ങൾക്ക് ഇതിന്റെ അകത്ത് ഒരു ഒളിച്ചുകളി ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത്. കാരണം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ട് ഒരു BJP വിരുദ്ധ പോരാട്ടം കേരളത്തിൽ നടത്തുവാനല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നത്. കാരണം കേരളത്തിന് മുഖ്യമന്ത്രിക്ക് എന്തൊക്കെയോ വലിയ പരിമിതികളുണ്ട്, കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് എന്തൊക്കെയോ വലിയ നിയന്ത്രണങ്ങൾ, അദ്ദേഹം എന്തൊക്കെയോ വലിയ സമ്മർദ്ദങ്ങൾ കടിപ്പെട്ടിരിക്കുക. ഇപ്പോഴാണ് ഞങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകാൻ തുടങ്ങിയത്. കാരണം എന്താ, കേരളത്തിന് പുറത്തുള്ള പല നേതാക്കളെയും കള്ളക്കേസുകളിൽ പെടുത്തി പോലും ED അന്വേഷണം നടത്തുന്നു, ചോദ്യം ചെയ്യുന്നു. രായ്ക്ക് രാമൻ അവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടും. ഇത് അരവിന്ദ് കേജ്രിവാൾ ആയിക്കോട്ടെ, ഹേമന്ത് സോറൻ ആയിക്കോട്ടെ, മുതിർന്ന നേതാക്കളൊക്കെ. എന്തുകൊണ്ട് ഈ കേരളത്തിൽ നിന്നുകൊണ്ട് BJPയും ഒക്കെ ഒരു വലിയ പുകമറ സൃഷ്ടിക്കുക മാത്രം ചെയ്തുകൊണ്ട് മറ്റു നടപടികളിലേക്കൊന്നും ഇവർ കടക്കുന്നില്ല? അപ്പോൾ പുലി വരുന്നേ എന്ന് പറയുന്നത് പോലെ ED വരുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയെയും ഇടതുപക്ഷ സർക്കാരിനെയും ഭീഷണിപ്പെടുത്തുന്നതിനപ്പുറത്തേക്ക്. പ്രൊഫസർ റോണി കെ ബേബി, ഞാൻ അവിടെ ഒന്ന് ഇടപെടുകയാണ്. താങ്കൾ പറഞ്ഞ ഒരു വാദത്തിനോട് ഞാൻ പകുതി യോജിക്കുന്നുണ്ട്. അതിലൊന്ന്, പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കോൺഗ്രസിനെതിരെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ശരിയാണ്. പക്ഷേ നരേന്ദ്രമോദിക്കോ BJPക്കോ എതിരെ ഒന്നും പറഞ്ഞിട്ടേയില്ല എന്ന് പറയുന്നതിനോട് ഒരു കാരണവശാലും യോജിക്കാനാകില്ല. കാരണം ഒരു ദിവസം തന്നെ അദ്ദേഹം നടത്തുന്ന പ്രസംഗങ്ങളിൽ എത്ര തവണ ഈ വിഷയങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കേരളം കേട്ടുകൊണ്ടിരിക്കുന്നതുമാണ്. ഇനി രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരാം. അങ്ങനെ കോൺഗ്രസിനെതിരെ പിണറായി വിജയൻ ഉയർത്തിയ വിമർശനങ്ങളിൽ ഒന്നുപോലും വ്യക്തിപരമായി സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ ഒന്നും ആക്രമിക്കുന്നതായിരുന്നില്ല എന്നുള്ളതാണ്. വിഷയാധിഷ്ഠിതമായ ചില കാര്യങ്ങൾ പിണറായി വിജയൻ ചോദിക്കുന്നു. അതിൽ ഒന്നാമത്തേത് എന്താണ്? CAA പോലെ ഒരു രാജ്യവിരുദ്ധ നിയമത്തിനെതിരെ ഇന്ത്യ മുന്നണി തന്നെ നിലപാട് പ്രഖ്യാപിച്ചിട്ടുള്ള സാഹചര്യത്തിൽ കോൺഗ്രസിന് എന്തുകൊണ്ട് അത് ഓൺ ചെയ്യാൻ കഴിയുന്നില്ല? നിങ്ങളുടെ പ്രകടന പത്രിക വരുന്നു, അതിൽ CAA എന്നൊരു വാക്ക് പോലും പരാമർശിക്കാനാകുന്നില്ല. അപ്പോൾ നിങ്ങൾ പറഞ്ഞു അതിൽ രാജ്യവിരുദ്ധമായ നിയമങ്ങളൊക്കെയും എതിർക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന്. ശരി, കഴിഞ്ഞ ദിവസമാണല്ലോ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറയുന്ന ദേശീയ പത്രം CAA കരട് പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നുവെന്നും പിന്നീട് അത് ഒഴിവാക്കുകയായിരുന്നുവെന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം വിഷയങ്ങളാണ് പിണറായി വിജയൻ അതിശക്തമായി ചോദിക്കുന്നത്. ഒന്ന്. രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ രാഹുൽ ഗാന്ധി കേരളത്തിൽ എത്തുന്ന സാഹചര്യത്തിൽ മുസ്ലിം ലീഗിന്റെ കൊടി ഒഴിവാക്കുന്നു. അതിന് മുൻപൊരു പശ്ചാത്തലം കൂടി ഉള്ള സ്ഥിതിക്ക് ആ വിഷയത്തെ മുഖ്യമന്ത്രി ഉയർത്തിക്കാട്ടുന്നു. അപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ രാഹുൽ ഗാന്ധി മറുപടി പറയണമെന്നുകൂടി അദ്ദേഹം ആവശ്യപ്പെടുന്നു. അങ്ങനെ വിഷയാധിഷ്ഠിതമായി ചില കാര്യങ്ങൾ പിണറായി വിജയൻ ഉയർത്തുമ്പോൾ അതിന് പൊളിറ്റിക്കൽ മറുപടി അല്ലേ വേണ്ടത്? അതിനപ്പുറം എന്തുകൊണ്ട് ED അറസ്റ്റ് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് പിണറായി വിജയനെ ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ള വാദങ്ങളിലേക്ക് രാഹുൽ ഗാന്ധി തന്നെ വരുമ്പോൾ ദേശീയ തലത്തിൽ EDയോടുള്ള കോൺഗ്രസിന്റെ നിലപാട് എന്താണ് എന്ന് നമുക്ക് സംശയം തോന്നും. ഈ കാരണം മുഖ്യമന്ത്രി കഴിഞ്ഞ 2-3 ആഴ്ചയായി ഉയർത്തിക്കൊണ്ടുവന്നതൊക്കെ ഒരു വിഷയാധിഷ്ഠിത
ഒരു പരാമർശം കാണുന്നു. വിഷയാധിഷ്ഠിതമായി മാത്രമുള്ള സംസ്ഥാനങ്ങളാണെന്നും അത് അത്ര നിഷ്കളങ്കമാണെന്ന് മാത്രം എന്ന് ചിന്തിക്കുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. രാഷ്ട്രീയമൊക്കെ ഞങ്ങൾക്ക് വളരെ കൃത്യമായി തന്നെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നമുക്കറിയാം, കാരണം ഇവിടെ CPM കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു ആരോപണം ഉന്നയിക്കുന്നു. മണിക്കൂറുകൾക്കകം തന്നെ ആ ആരോപണത്തിന് അതിനെ പിന്തുണച്ചുകൊണ്ട് അതേ ആരോപണം തന്നെ ഡൽഹിയിലും മറ്റു സ്ഥലങ്ങളിലും കേരളത്തിന് പുറത്തും BJPയുടെ നേതാക്കന്മാർ, പ്രധാനമന്ത്രി ഉൾപ്പെടെ ആ ആരോപണം തന്നെ ഉയർത്തുന്നു. ആസിത പറഞ്ഞ അല്ലെങ്കിൽ ഈ പറഞ്ഞ CAA വിഷയമാണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന പതാകയുടെ വിവാദമാണെങ്കിലും, കാരണം അതിന്റെയൊക്കെ എന്ന് പറയുന്ന പ്രഭവ കേന്ദ്രം, അങ്ങനെയുള്ള വിവാദങ്ങളുടെ ആരോപണങ്ങളുടെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് CPMന്റെ അകത്തളങ്ങൾ തന്നെയാണ്. അതിന് ചുവട് പിടിച്ചുകൊണ്ടാണ് BJPയുടെ ആരോപണങ്ങൾ പിന്നീട് വന്നിട്ടുള്ളത്. നമുക്കറിയാം, ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയം കേരളത്തിലെ പ്രകടന പത്രികയിൽ ഇല്ല എന്ന് പറയുന്നതിന് പിറ്റേ ദിവസം പ്രധാനമന്ത്രി പറയുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രകടന പത്രികയാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രിക, അല്ലെങ്കിൽ ഈ പറയുന്ന പതാക ഉൾപ്പെടെയുള്ള വിഷയങ്ങളില്. ഇപ്പോൾ തന്നെ ആസിത ഇവിടെ ഉപയോഗിച്ച വാക്ക് ഇന്ത്യൻ എക്സ്പ്രസ്. കാരണം ഇന്ത്യൻ എക്സ്പ്രസ് ആര് നിയന്ത്രിക്കുന്ന പത്രമാണെന്നും ആരുടെ അജണ്ടകൾക്ക് വേണ്ടി. പക്ഷേ പ്രൊഫസർ റോണി കെ ബേബി, താങ്കൾ ആദ്യം പറഞ്ഞ വാദത്തെ ഖണ്ഡിക്കുന്നതും പൊളിച്ചു കളയുന്നതുമാണ് താങ്കൾ രണ്ടാമത് പറഞ്ഞ വാദം തന്നെ. ഇപ്പോൾ താങ്കൾ തന്നെ പറയുന്നു കോൺഗ്രസിന്റെ പ്രകടന പത്രിക വരുമ്പോൾ ആദ്യത്തെ ദിവസം പിണറായി വിജയനാണ് CAA അതിലില്ല എന്ന വിമർശനം ഉന്നയിക്കുന്നത്. അത് ന്യൂനപക്ഷ വിരുദ്ധമാണ് നിങ്ങളുടെ പ്രകടന പത്രിക എന്നായിരുന്നു CPIM എടുത്ത സ്റ്റാൻഡ്. പക്ഷേ BJP അതിൽ പറഞ്ഞത് മുസ്ലിം ലീഗിന്റെ പ്രകടന പത്രികയാണ് എന്നാണ്, മുസ്ലിങ്ങളെ മാത്രം പ്രീണിപ്പിക്കുന്നതാണ് എന്നുള്ളതാണ്. അന്ന് താങ്കൾ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ചർച്ചയിൽ പറഞ്ഞത്. നോക്കൂ, അങ്ങനെയെങ്കിൽ BJP ഇതിനെ തിരിച്ചാണല്ലോ പറയുന്നത്, അപ്പോൾ എങ്ങനെ പിണറായി വിജയൻ പറയുന്നത് ശരിയാകുമെന്നാണല്ലോ അന്ന് നിങ്ങൾ ചോദിച്ചത്. പക്ഷെ ഇപ്പോൾ പറയുന്നു ഇവർ രണ്ടുപേരും പറയുന്നത് ഒന്നാണെന്ന്. അതെങ്ങനെ ശരിയാകുക പ്രൊഫസർ റോണി കെ ബേബി? ഇതിന്റെ വിഷയം എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള വർഗീയതകളെ കുറിച്ചാണ് കേരളത്തിലെ പൊതുസമൂഹമൊക്കെ ചർച്ച ചെയ്യുന്നതും ഒക്കെ. ന്യൂനപക്ഷ വർഗീയത. രണ്ട് എന്ന് പറയുന്നത് ഭൂരിപക്ഷവുമായി ബന്ധപ്പെട്ട ആ ഒരു വികാരങ്ങൾ. ഞാൻ ആ വർഗീയത എന്ന് പറയുന്ന ഒരു വാക്കിലേക്ക് കടക്കുന്നില്ല. മറിച്ച് ന്യൂനപക്ഷങ്ങളുടെ വികാരങ്ങളെയും ഭൂരിപക്ഷ വികാരങ്ങളെയും എങ്ങനെ ക്യാപിറ്റലൈസ് ചെയ്യുക, എങ്ങനെ അതിനെ ഉപയോഗിക്കുക. കാരണം ഇത് എന്ന് പറയുന്നത് ആദ്യത്തെ സംഭവമല്ല. ശബരിമലയുടെ കാലഘട്ടം മുതൽ നമ്മൾ ഇങ്ങോട്ട് കേരളത്തിലെ ഓരോ സംഭവങ്ങളും പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായി തന്നെ CPM BJPയും കൂടി ഉണ്ടാക്കുന്ന ഒരു തിരക്കഥ എന്ന് പറയുന്നത് കോൺഗ്രസ് ന്യൂനപക്ഷ വിരുദ്ധമാണെന്ന് CPM പറയുന്നു, കോൺഗ്രസ് ഭൂരിപക്ഷ വിരുദ്ധമാണെന്ന് BJP പറയുന്നു. അപ്പൊ വളരെ കൃത്യമായി തന്നെ ഇവരുടെ പ്ലാൻ എന്ന് പറയുന്നത് കേരളത്തിന്റെ പ്ലാറ്റ്ഫോം, കേരളത്തിന്റെ ആ വിശാല പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങൾക്കിടയിലും ഭൂരിപക്ഷങ്ങൾക്കിടയിലും, അതായത് CPMനിടയിലും BJPക്കിടയിലും കൃത്യമായി ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിലൂടെ കോൺഗ്രസ് എന്ന പാർട്ടി ഒരു അഴകുഴമ്പൻ നിലപാട് പല വിഷയങ്ങളിലും എടുക്കുന്നത് കൊണ്ടല്ലേ ഇങ്ങനെ രണ്ട് ഭാഗത്തു നിന്ന് വിമർശനം കേൾക്കേണ്ടി വരുന്നത്. ഇപ്പോൾ ഈ മുസ്ലിം ലീഗിന്റെ കൊടി സംബന്ധിച്ച വിഷയം നോക്കൂ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൊടി ഉയർത്തുമ്പോൾ അത് പാകിസ്ഥാന്റെ കൊടിയാണെന്ന് ആക്ഷേപിക്കുന്നത് BJP ആണ്. അവർ ദേശീയ തലത്തിൽ അത് വലിയ ക്യാമ്പയിൻ ആക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇത്തവണ ആ കൊടി നിങ്ങൾക്ക് ചേർത്ത് പിടിക്കാൻ കഴിയാത്തിടത്താണ് CPM പോലുള്ള മതനിരപേക്ഷ കക്ഷികൾക്ക് നിങ്ങളെ വിമർശിക്കേണ്ടി വരുന്നത്. അപ്പോൾ കോൺഗ്രസിന് അതിൽ സ്റ്റാൻഡ് എടുക്കാൻ, നിലപാടെടുക്കാൻ കഴിയുന്നില്ല. BJP ഉയർത്തുന്ന വിഷയങ്ങൾ ദേശീയ തലത്തിൽ തിരിച്ചടിയാകുമോ എന്ന് ഭയന്ന് നിങ്ങൾ അതിന് പിന്നാലെ പോകുന്നു. അതല്ലേ സംഭവിക്കുന്നത്? അതുകൊണ്ടാണല്ലോ ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്നും നിങ്ങൾക്ക് വിമർശനം കേൾക്കേണ്ടി വരുന്നുവെന്ന് പ്രൊഫസർ റോണി കെ ബേബിക്ക് ഇപ്പോൾ പറയേണ്ടി വരുന്നത്. ഒരിക്കലുമല്ല ആസിത. കാരണം നമുക്കറിയാം, ഇന്ന് കേരളത്തിന് പുറത്തേക്ക് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, കേരളത്തിന് പുറത്തുള്ള ഒരു പൊതുജന വികാരം പരിശോധിച്ചു കഴിഞ്ഞാൽ, ഒന്നാം റൗണ്ട് തെരഞ്ഞെടുപ്പിന് ശേഷവും ഇന്ന് രാജ്യം ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഈ മോദി ഭരണകൂടത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷത്തെ മോദി ഭരണത്തിൽ ഈ രാജ്യത്തെ ജനങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങൾ, പട്ടിണി ആയിക്കോട്ടെ, വിലക്കയറ്റം ആയിക്കോട്ടെ, തൊഴിലില്ലായ്മ ആയിക്കോട്ടെ, അങ്ങനെയുള്ള രൂക്ഷമായ വിഷയങ്ങളാണ് കേരളത്തിന് പുറത്ത് ചർച്ച ചെയ്യപ്പെടുന്നത്. എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം CPM ഉയർത്തിവിട്ട, പിണറായി വിജയൻ ഉയർത്തിവിട്ട ഈ കൊടി വിവാദം മാത്രം ചുറ്റിക്കറങ്ങി കറങ്ങുന്നു? വളരെ കൃത്യമാണ്. എന്താണ് സംസ്ഥാന സർക്കാരിന്റെ ഭരണപരാജയങ്ങൾ, സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചകളുടെ ഒരു കാരണവശാലും ചർച്ച ചെയ്യരുത്. നിങ്ങൾ ഒരു വിഷയം ഉയർത്തിക്കൊണ്ട് വരുന്നു, BJP അതിനെ ഏറ്റുപിടിക്കുന്നു, സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നു, കോൺഗ്രസിന് അതിന് മറുപടി പറയേണ്ടി വരും. ഇപ്പോൾ ഈ പൗരത്വ വിഷയം ഉൾപ്പെടെ, അല്ലെങ്കിൽ പതാകയുടെ വിഷയം ഉൾപ്പെടെ അസിത ഇവിടെ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങൾ, ഇതിനോട് ഞങ്ങൾ മറുപടി പറഞ്ഞില്ലെങ്കിൽ, ഇതിനോട് ഞങ്ങൾ പ്രതികരിച്ചില്ലെങ്കിൽ നാളെ CPM പ്രചരിപ്പിക്കും ഈ കോൺഗ്രസിന്റെ മൗനം ഇത് എല്ലാം അഡ്മിറ്റ് ചെയ്യുകയാണ്. ഈ ആരോപണങ്ങളെ കോൺഗ്രസ് അംഗീകരിക്കുകയാണ്, ഞങ്ങൾ തിരിച്ച് മറുപടി പറയാൻ ഒരിക്കലും അല്ലല്ലോ പ്രൊഫസർ റോണി കെ ബേബി. ഇപ്പോൾ താങ്കൾ പറഞ്ഞ ഈ കൊടി വിവാദത്തിൽ ഉൾപ്പെടെ അത് സ്വാഭാവികമായി സംഭവിച്ചു പോകുന്നതല്ല എന്നുള്ളതാണല്ലോ പിന്നീടുള്ള സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നത്. എത്രയിടത്താണ് ഈ പൊതുപരിപാടികളിൽ ലീഗിന്റെ കൊടി ഉയർത്തിയ പ്രവർത്തകരെ, അണികളെ യൂത്ത് കോൺഗ്രസുകാർ തന്നെ തല്ലിച്ചതച്ചത് എന്നുള്ളത് നമ്മൾ
തത്സമയം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ പ്രൊഫസർ റോണി കെ ബേബി. അപ്പോൾ കോൺഗ്രസിന് ഈ ഭൂരിപക്ഷ നിലപാടുകളെ പ്രീണിപ്പിക്കുക എന്നൊരു താല്പര്യം ഇല്ലായിരുന്നെങ്കിൽ അതിന്റെ കാര്യമേ ഇല്ലായിരുന്നല്ലോ. ഞാൻ മടങ്ങി വരാം അങ്ങയിലേക്ക്.